ഗസയിലെ ആശുപത്രിയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കൊല. 14 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരിൽ 4 മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നു. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, എന്താണ് അവിടുത്തെ സാഹചര്യം? അമൃത, അത്യധികം ദയനീയമായ ഒരു കൂട്ടക്കൊല വീണ്ടും നാസർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നു. ഗസയിലെ സുപ്രധാനമായ ആശുപത്രിയിൽ ആദ്യം ഇസ്രായേൽ ഒരു ബോംബിടുകയായിരുന്നു. ആ ബോംബിടുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്ക് മുകളിൽ വീണ്ടും ബോംബിട്ടുകൊണ്ടാണ് ഇസ്രായേൽ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. ഗസയിലെ തന്നെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ റോയിട്ടേഴ്സിന്റെ മാധ്യമപ്രവർത്തകരുണ്ട്, NBCയുടെ, അൽ ജസീറയുടെ, മറ്റൊരു സ്വതന്ത്ര വനിതാ മാധ്യമപ്രവർത്തക. ഇങ്ങനെ 4 പേരാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. റോയിട്ടേഴ്സ് അവരുടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാസർ ഹോസ്പിറ്റലിൽ ആദ്യം നടന്ന ബോംബിങ്ങിന്റെ ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു ബോംബ് വീഴുകയും അത് അവരുടെ ക്യാമറമാൻ കൊല്ലപ്പെടുകയും ചെയ്ത് ആ ലൈവ് കട്ടാവുന്നത്. അത്രയും ഭീകരമായ തരത്തിലുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയത്. NBCയുടെയും അൽ ജസീറയുടെയും മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഒരു വനിതാ മാധ്യമപ്രവർത്തകയും കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം 270-ലധികം മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇത് ഗസയിൽ നിന്ന് സത്യം ജനങ്ങൾ പുറത്തറിയരുത് എന്നുള്ള ആ വാശിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലൈവായി വംശഹത്യ നടത്തുകയും ആ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ മറച്ചുവെക്കുകയും ചെയ്യുന്ന ഹീനമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും റോയിട്ടേഴ്സിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഒരു ശരാശരി ഓരോ മാസവും 20-ലധികം മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു ക്രൂരകൃത്യം തുടരുന്നത്. നമുക്കറിയാം, മറുഭാഗത്ത് ഗസയിൽ ഉടനീളം ഇന്ന് ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഇസ്രായേൽ. ഈ നാസർ ഹോസ്പിറ്റലിൽ 4 മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ 10 സാധാരണക്കാരായ ആളുകൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വടക്കൻ ഗസയിലെ മുഴുവൻ ആശുപത്രികളെയും തകർക്കുക, അവിടെ നിന്ന് എല്ലാ ആളുകളെയും മാറ്റിയോടിക്കുക, അവരെ മുഴുവനും തെക്കൻ ഗസയിലെ തുടരും എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു കൃത്യം മുന്നോട്ട് പോകുന്നതിൽ ഇസ്രായേൽ സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തിയും അതേപോലെ തന്നെ വലിയ അമർഷങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലി സൈനികർക്ക് എത്ര കാലം ഇങ്ങനെ ഈ യുദ്ധത്തിൽ നീണ്ടു നിൽക്കാൻ സാധിക്കും, ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കേണ്ടി വരും എന്നുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ട് IDFന്റെ മേധാവി ഇയാൽ സമീർ തന്നെ രംഗത്ത് വരുന്നു. പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നാണ് ഇയാൽ സമീർ പറയുന്നത്. പക്ഷേ നെതന്യാഹു അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ നെതന്യാഹുവും IDF മേധാവിയും തമ്മിലുള്ള ഒരു സംഘർഷവും അതേപോലെ ഒരു തർക്കവും ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ശരി, BK സുഹൈലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.